ഷോക്കേറ്റ് മരിച്ച മിഥുനയോർത്ത് വിങ്ങിപ്പൊട്ടി തേവലക്കര സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും. മകൻ നഷ്ടമായ വേദനയിലാണ് തങ്ങൾ എല്ലാവരുമെന്ന് അനുസ്മരണ യോഗത്തിൽ അധ്യാപകർ പറഞ്ഞു. സ്കൂളിൽ നാളെ ക്ലാസുകൾ പുനരാരംഭിക്കും. മിഥുന്റെ രക്ഷിതാക്കളിൽ ഒരാൾക്ക് സ്കൂൾ മാനേജ്മെന്റ് ജോലി നൽകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ പതിവ് പോലെ ഇന്നും ക്ലാസുകൾ നടക്കേണ്ടതായിരുന്നു. 8ാം ക്ലാസ്സുകാരനായ മിഥുൻ സഹപാഠികൾക്കൊപ്പം അവിടെ ഉണ്ടാകേണ്ടതുമായിരുന്നു. പക്ഷേ നിറഞ്ഞത് വലിയ ശൂന്യത. മിഥുൻ അനുസ്മരണത്തിനായാണ് ഇന്നെല്ലാവരും സ്കൂളിലെത്തിയത്. അവനെയോർത്ത് എല്ലാവരും വിങ്ങി. അധ്യാപകർ പൊട്ടിക്കരഞ്ഞു. കുറച്ച് ദിവസം കൊണ്ട് ഒരുപാട് അടുത്തു. എല്ലാ അധ്യാപകരുമായിട്ട് പറഞ്ഞാലും തീരത്തില്ല. തെറ്റുപറ്റിയെന്ന ബോധ്യത്തിലാണ് ഞങ്ങൾ. നഷ്ടമായത് മകനെയെന്ന് സ്കൂൾ മാനേജർ തുളസീധരൻ പിള്ള. കുറ്റബോധത്താൽ നമ്മൾ തല താഴ്ത്തുകയാണ്. നമ്മൾ ആരെയും നമ്മളൊന്നും ന്യായീകരിക്കുന്നില്ല. ഞങ്ങളിലുണ്ട് തെറ്റ് എന്ന ബോധ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുന്നത് വരെ ഈ ഓർമ്മ നമ്മളെ വേട്ടയാണ്. മിഥുന്റെ അഭാവത്തിൽ നാളെ സ്കൂളിൽ അധ്യയനം പുനരാരംഭിക്കും. കുട്ടികൾക്ക് നാളെ കൗൺസിലിംഗ് നൽകും. മിഥുന്റെ രക്ഷിതാക്കളിൽ ഒരാൾക്ക് മാനേജ്മെന്റ് ജോലി നൽകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ആ കുടുംബത്തെ സഹായിക്കണമെന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെയും വകുപ്പിന്റെയും നിർദ്ദേശം ഏറെക്കുറെ മാനേജ്മെന്റ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. 10 ലക്ഷം രൂപ അവർ കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ വകയായി ഒരു 20 ലക്ഷത്തിന് താഴെയുള്ള ഒരു നല്ല വീട് വെച്ച് കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ നടപടികൾ ആരംഭിച്ചത്. മിഥുന്റെ കുടുംബത്തിന് വിദ്യാഭ്യാസ വകുപ്പ് വീട് നിർമ്മിച്ചു നൽകാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായി സ്കൂൾ ഗ്രൗണ്ടിലെ മരം മുറിച്ചു നീക്കി. മിഥുന്റെ മരണത്തിൽ പ്രത്യേക സംഘം അന്വേഷണം തുടരുകയാണ്. റിപ്പോർട്ടർ, കൊല്ലം.